അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സ്നേഹം കൊതിക്കാത്ത ആരുമില്ല. താൻ സ്നേഹിക്കപ്പെടണം, മറ്റുള്ളവർ തന്നെ ഇഷ്ടപ്പെടണം, മറ്റുള്ളവരുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കപ്പെടണം. ഇതൊക്കെ ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യരായ നമ്മളെല്ലാവരും. എന്നാൽ എല്ലാവരോടും ഏറ്റവും സ്നേഹത്തോടുകൂടി, കാരുണ്യത്തോടുകൂടി, വിനയം ഉൾക്കൊണ്ട് ജീവിക്കാനും പെരുമാറാനും നമുക്ക് എത്ര പേർക്കാണ് സാധിക്കാറുള്ളത്? മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന, മറ്റുള്ളവരോട് മോശമായി പെരുമാറുന്ന, മറ്റുള്ളവരുടെ മനസ്സുകളിൽ മുറിവുകൾ ഉണ്ടാക്കുന്ന, വളരെ മോശമായ രൂപത്തിൽ പെരുമാറുന്ന ഘട്ടത്തിൽ ജീവിതത്തിൽ ഉടനീളം ബന്ധങ്ങൾ വിളക്കിച്ചേർക്കുന്നതിന് ബദൽ ബന്ധങ്ങൾക്ക് വിള്ളലുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് സ്വാഭാവികമായി സംഭവിക്കുന്നത്. ഒരു വിശ്വാസി ജീവിതത്തിൽ ഇണങ്ങുന്നവനാണ്. തെറ്റുകൾ സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചേക്കാം. എന്നാൽ ഈ തെറ്റുകളെ ഉൾക്കൊണ്ട് പശ്ചാത്തപിക്കേണ്ട ഘട്ടത്തിൽ പശ്ചാത്തപിച്ച്, വിട്ടുവീഴ്ച ചെയ്യേണ്ട ഘട്ടത്തിൽ വിട്ടുവീഴ്ച ചെയ്ത്, മാപ്പ് ചോദിക്കേണ്ട ഘട്ടത്തിൽ മാപ്പ് ചോദിച്ച് ഹൃദയവിശുദ്ധിയോടുകൂടി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മറ്റുള്ളവരോട് പുഞ്ചിരിക്കാനും, മറ്റുള്ളവരോട് കുശലാന്വേഷണങ്ങൾ നടത്താനും, ഏറ്റവും നല്ല ആത്മബന്ധം മറ്റുള്ളവരുമായി സ്ഥാപിക്കാനും നമ്മുടെ ഹൃദയത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ് സ്വർഗം എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച കാര്യവും അതുതന്നെയാണ്. മറ്റുള്ളവരെ സംബന്ധിച്ച് നല്ല വിചാരത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക.